നല്ല ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞല്ലോ, നല്ല ഡയറക്ടേഴ്സിന്റെ കൂടെ അഭിനയിക്കുന്നത് എത്രത്തോളം മുതൽക്കൂട്ടായി? നല്ല ഡയറക്ഷന് നല്ല ഡയറക്ടർ ആയതിനു ശേഷം അഭിനയിക്കാൻ എത്രത്തോളം മുതൽക്കൂട്ടായി? ഇതിന്റെ ഒരു ഈ നല്ല ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഈ നല്ല ഡയറക്ടർ? നല്ല ഡയറക്ടർ അഭിനേതാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോർഷനേ ഉള്ളൂ ഡയറക്ടർക്ക്. അയാൾ അഭിനയിപ്പിക്കുക, കഥാപാത്രമായിട്ട് മാറ്റുക എന്നുള്ളത്. ഡയറക്ടർ സംവിധാനം ചെയ്യുക എന്നുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടോട്ടാലിറ്റിയാണ്. ആ പടത്തിൻ്റെ എല്ലാം ചെയ്യുന്ന ആളുകളുടെ പേരാണ് കറക്റ്റ് പരിപൂർണമായ ഒരു സംവിധായകൻ എന്ന് പറഞ്ഞാൽ. ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് കിട്ടുന്ന കഥാപാത്രങ്ങളെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ആ ഒരു സെക്ഷൻ മാത്രം. അത് നമ്മളൊരു ഡയറക്ടറാണെങ്കിൽ തന്നെ നമ്മൾ ഒരു ആക്ടർ എന്നുള്ള നമ്മളൊരു കൺസേൺ ചെല്ലുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഡയറക്ടേഴ്സിലൂടെ നമുക്ക് ഓരോ ലെസൻസാണ്. അതെ, ഇപ്പോൾ ജോഷിയുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ വേറൊരു ടൈപ്പ്, ജോഷിയുടെ കൂടെ ഒരു അത്ഭുതകരമായ ഒരു സംഭവമാണ്. ജോഷിയുടെ അടുത്ത ഷോട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റില്ല. ശരി. നേരെ കുറിച്ച് മറ്റ് ചില ആളുകൾ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത ഷോട്ട് അറിയാൻ പറ്റും ഇന്നതാണെന്നല്ല. നമ്മളും ഇത് പഠിച്ചിട്ടുള്ളതിൻ്റെ പേരിൽ ജോഷിയുടെ ഒരിക്കലും മനസ്സിലാവില്ല ആണല്ലോ പറയാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ വളരെ ഇൻവോൾവ് ആയിട്ടുള്ള കുറച്ച് ഡയറക്ടേഴ്സ് ഉണ്ട്, അല്ലാത്ത എല്ലാവരും ഇൻവോൾവ് തന്നെ. പക്ഷെ നമ്മൾ ചിലപ്പോൾ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുകൾ നമുക്കത് നോക്കി കാണാൻ പറ്റും. അത് നമുക്ക് ഒരു ആസ് എൻ ആക്ടർ എന്നതിലും ആസ് എ ഡയറക്ടർ എന്നതിലും എപ്പോഴും പ്ലസ് തന്നെയാണ്. അവിടെ നമ്മൾ ഒരു ഇൻ്റർഫിയറൻസും നമ്മൾ നിൽക്കില്ല, മാറി നിന്ന് പഠിക്കലാണിത്. ഇപ്പോൾ ഡയറക്ടർ ഇപ്പോൾ ജോഷിയെ പേടിയാണ്. ജോഷി ചീത്ത പറയും. ജോഷി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ചീത്ത വിളിക്കും. അപ്പോൾ ആളെന്തൊക്കെയാണെന്ന് പുള്ളി നോക്കിയൊന്നുമില്ല. നേരെ വിളിച്ച് ഇപ്പോൾ സിദ്ദീഖ്, ഡയറക്ടർ സിദ്ദീഖ് ഒരാളെയും വെറുപ്പിക്കില്ല. വളരെ നീറ്റായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്തൊക്കെ തെറ്റ് നമ്മൾ ചെയ്താലും വളരെ സോഫ്റ്റായിട്ട് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ ഒരു ടൈപ്പ്. ഇപ്പോൾ പാച്ചിക്ക, അത് ഫാസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പേടിക്കാൻ വേണ്ട, കാരണം കംപ്ലീറ്റ് പുള്ളി കാണിച്ചു തരും. ഒരു ആക്ടർക്ക് ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല. ഫുൾ മൂവ്മെന്റ്സ്, ഡയലോഗ്, ലുക്ക്, എക്സ്പ്രഷൻ, മോഡൽ, നല്ല ആക്ടറാണ്. പിന്നെ അതിനേക്കാൾ ഉപരിയാണ് ഒരു ഡയറക്ടറാണെന്നുണ്ടായ ഒരു ഭയങ്കര ഇൻസിഡന്റ് ആണ്. അനീതി പ്രാവ് എന്നുള്ള പടമാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത്. അപ്പോൾ ഇത്രയും വർഷത്തെ പരിചയത്തിന് ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അനീതി പ്രാവിൽ. മുമ്പേ എനിക്ക് നല്ല പരിചയമാണ്. പുള്ളി പഴയ ഒരു മിമിക്കായിരുന്നു. അതെ, അറിയാം. അപ്പോൾ അനീതി പ്രാവിൽ ഈ കടപ്പുറത്ത് പെങ്ങൾ അന്വേഷിച്ച് ഞങ്ങൾ 3 ബ്രദേഴ്സ് വരുന്നൊരു സീനുണ്ട്. ആ സീനിൽ അരയന്മാരെല്ലാവരും കൂടി നിന്നിട്ട് ഞങ്ങളെ തന്തയ്ക്ക് വരെ വിളിക്കും. അവസാനം ഞങ്ങൾ 3 ബ്രദേഴ്സും ഓരോ ഡയലോഗുകളും ടച്ചിങ് ആയിട്ട് പറഞ്ഞുകൊണ്ട് പോവുകയാണ്. അവിടെ ഞാൻ പറയുന്ന ഡയലോഗിൽ ഞാൻ കരയും. ഞാൻ അതിലൊരു ഇന്നസെന്റ്, ഒരു മണ്ടൻ, ഒരു പേടിച്ചൂറി, ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ഇൻസ്പെക്ടറാണ് ഞാൻ. ഇവളോട് വലിയ ഇഷ്ടമാണ് ഇവിടെ. അങ്ങനെ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് അഭിനയിച്ചു. ജനങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യും. പാച്ചിക്കാക്ക് ഡൗട്ട് ഇത് ശരിയായെന്ന്. അങ്ങനെ പാച്ചിക്ക വന്നിട്ട് പറഞ്ഞാൽ അത് ഒന്നുകൂടെ എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ 3 പ്രാവശ്യം എന്നെ കൂടെ എടുപ്പിച്ചു. 3 പ്രാവശ്യം 3 ടേക്ക് എടുത്തിട്ടും പുള്ളിക്ക് തൃപ്തിയൊന്നുമില്ല. പിന്നെ പിറ്റേ ദിവസം കാലത്ത് വന്നിട്ട് ഒന്നുകൂടെ എടുക്കാന്ന് പറഞ്ഞു. അതെടുത്ത്. അപ്പം ഇങ്ങനെ കരയണ്ട, കരച്ചിലില്ലാതെ ഒന്ന് എടുക്കുന്നു. അപ്പോൾ ഞാൻ പാച്ചിക്ക ഇതില്ലേ ഈ ഒരു സന്ദർഭത്തിലല്ലേ തന്തയ്ക്ക് വരെ വിളിക്കുന്ന ഒരു പെങ്ങളുടെ മുമ്പിൽ വെച്ച് കരഞ്ഞു പോയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അത് ഞാൻ ശരിയാവില്ല എന്ന് പറഞ്ഞാൽ പാച്ചിക്കാരോട് ഞാൻ അങ്ങ് വഴക്കിടാൻ തുടങ്ങി. പാച്ചിക്ക് പറഞ്ഞാൽ അതല്ല, ഇപ്പോൾ നമുക്ക് ഒന്നും എടുക്കാം പറയും. കരയാതെ കുറച്ച് കൺട്രോൾ ചെയ്തിട്ടൊരു സീനാണ് അത്. ആ സീൻ അങ്ങ് എടുത്ത് എനിക്ക് മനസ്സിനൊന്നും സംതൃപ്തി തോന്നിയില്ല. പക്ഷെ പുള്ളി വന്ന് എന്നോട് പറഞ്ഞു, അനീഫ ഞാൻ ഇന്നലെ ആലോചിച്ച ഒരു കാര്യം എനിക്ക് ഇവിടെ കിട്ടുന്നതാണ് അറിയാം. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രയും സ്നേഹിക്കുന്ന ഒരു ആങ്ങളെയാണ് ഈ പെങ്ങളുടെ. നിങ്ങൾ കരഞ്ഞാൽ അവള് നിങ്ങളുടെ കൂടെ പോരും. ടോട്ടാലിറ്റി അങ്ങനെ അത് മനസ്സിലാക്കി ഒരാൾ ചിന്തിക്കാത്തൊരു സംഭവമാണത്. ഇങ്ങനെയുള്ള അത്ര ആയ ആ പെങ്ങളെ നമ്മുടെ കൂടെ ഇറങ്ങിപ്പോയ കഥ അവിടെ നിന്ന് കുട്ടിയോട് നിൽക്കേണ്ട. അതാണ് പാച്ചിക്കയിലുള്ള സംവിധായകന്റെ ഒരു പ്രത്യേകത. ഉള്ളിലുള്ളൊരു നടനാണ് അത് ചെയ്യുന്നത്.